ഹലോ. ജാപ്പനീസ് ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ആൻഷ്യൻ ടൗണിലെ മറ്റ് സ്ഥലങ്ങളിലേക്കാണ്. അവിടെ ഒരുപാട് ഓൾഡ് ഹോമുകളും അതേപോലെ തന്നെ കമ്മ്യൂണൽ ഹാളുകളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഓൾഡ് ഹൗസിലേക്കായിരുന്നു. അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴയ വീടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ വീട് കാണാൻ. അത് അവർ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വരും തലമുറകൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള വീടുകളൊക്കെ വിയറ്റ്നാമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ആ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും ആ വീടിനുള്ളിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, വരുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു സെറ്റപ്പും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കറൻസികളും അവിടെ ഒരു എന്താ പറയുക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ എന്താ പറയുക പഴയ കാലത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ അവിടുത്തെ താഴത്തെ നിലയിലുണ്ടായിരുന്നു. പിന്നെ ഒരു താഴത്തെ നിലയും അതുപോലെ തന്നെ മുകളിലത്തെ നിലയും 2 നിലയായിട്ടായിരുന്നു ആ വീടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ കരകൗശല എന്താ പറയുക വിദഗ്ധന്മാരുടെ അങ്ങനത്തെ കുറേ സാധനങ്ങളും ഈ വീടിനകത്ത് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയുള്ള ഓരോ വസ്തുക്കൾ കാണാൻ വേണ്ടിയിട്ടും. അവർ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു അവർ ചെയ്തു വെച്ച ആ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ ആ വീട്ടിലുടനീളം ഉണ്ടായിരുന്നു. കാണാൻ മാത്രമുള്ള സാധനങ്ങൾ ഈ ഒരു ഓൾഡ് ഹൗസിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്നത് കുറേ ബാഗുകളും അതുപോലെ തന്നെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളും ആയിരുന്നു. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ വളരെ സജീവമായി വ്യാപാരങ്ങൾ നടത്തി വരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു ഈ ഹോയി ആൻഡ് ആൻഷ്യൻ ടൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അതാണ് ഈ ഒരു ആൻഷ്യൻ ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആൻഷ്യൻ ടൗണിൽ ഒരുപാട് കമ്മ്യൂണൽ അസംബ്ലി ഹാളുകളുണ്ട്. അത്തരത്തിലൊന്നിലേക്കാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാൻറ്റണീസ് അസംബ്ലി ഹാളിലേക്കാണ് അടുത്തതായിട്ടുള്ള ഞങ്ങളുടെ യാത്ര. ഇതൊരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള, അതായത് ഈ ആൻഷ്യൻ ടൗണിലുള്ള മോസ്റ്റ് പോപ്പുലർ അസംബ്ലി ഹാളാണ് ഈ കാൻറ്റണീസ് അസംബ്ലി ഹാൾ എന്ന് പറയുന്നത്. എൻട്രൻസ് കയറി നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഒരു ഗാർഡിയൻ ഡ്രാഗണിനെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡ്രാഗണിൻ്റെ പ്രതിമയാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ കാണാനും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. കാൻറ്റണീസ് കുടിയേറ്റക്കാരാണ് ഈ ഒരു കമ്മ്യൂണൽ ഹാള് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അവിടെ താമസിക്കാൻ വരുന്നവർക്കും അതുപോലെ തന്നെ അവിടെ കച്ചവടത്തിന് വരുന്നവർക്കൊക്കെ ഒത്തുകൂടാനുള്ള ഒരു അസംബ്ലി ഹാളായിരുന്നു ഈ ഒരു കമ്മ്യൂണൽ അസംബ്ലി ഹാൾ എന്ന് പറയുന്നത്. പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക ആൻഷ്യൻ ടൗണിലെ വഴികളിലൂടെ ഇങ്ങനെ നടന്നു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വഴിയിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ അതിലൂടെ നല്ല ഉത്സാഹത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ട്രേഡ് സെറാമിക് മ്യൂസിയത്തിലേക്കാണ്. അവിടെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ മ്യൂസിയത്തിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് അങ്ങനെ കണ്ടു. സത്യത്തിൽ ഈ ഒരു സ്ട്രീറ്റ് വെറുതെ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല രസമാണ് ഇത് പുറത്തുനിന്ന് തന്നെ കാണാൻ. ഇനിയിപ്പം നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു കമ്മ്യൂണൽ ഹാളുകളും ഈ മ്യൂസിയം ഒക്കെ കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള 5 സ്ഥലങ്ങൾ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം പുറത്തുനിന്ന്. ഏകദേശം ഒരു 1,20,000 VND ചിലവ് വരുന്ന ഒരു ടിക്കറ്റാണ്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ ഉള്ളിൽ കയറി കാണാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കൂടെ ഇങ്ങനെ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അതും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്ട്രീറ്റിൽ കൂടെ നടക്കാനും നല്ല രസമാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടിക്കറ്റ് എടുത്തിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് കാണണം. അല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുക്കാതെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ കുറേ നേരം ആ ഒരു സെറാമിക് മ്യൂസിയത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ. അവിടുത്തെ കുറേ കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു. അവിടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള പഴയ സാധനങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, ഇത്തരത്തിലുള്ള പഴയ വീടുകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഈ ഹോയിയാനിലുള്ള ഈ ഒരു ആൻഷ്യൻ ടൗൺ എന്ന് പറയുന്നത്. പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മറ്റൊരു കമ്മ്യൂണൽ ഹാളിലേക്കാണ്.
ഫ്യൂജിയൻ അസംബ്ലി ഹാൾ എന്നാണ് ഈ ഒരു അസംബ്ലി ഹാളിൻ്റെ പേര്. ചൈനയിലൊരു ഒരു പ്രത്യേക പ്രവിശ്യയാണ് ഈ ഫ്യൂജിയാൻ എന്ന് പറയുന്നത്. ചൈനയിലെ ഫ്യൂജിയാൻ പ്രവിശ്യയിൽ നിന്നും നമ്മുടെ ഈ ഹോയാനിലേക്ക് വ്യാപാരത്തിനും മറ്റുമായിട്ട് കുറേ ആൾക്കാർ താമസാക്കിയിട്ടുണ്ട്. അവരും പിന്നെ അല്ലാതെ അവിടുന്ന് ഈ പ്രവിശ്യയിൽ നിന്ന് വന്ന ആൾക്കാരും എല്ലാവരും കൂടി ഒത്തുകൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്യൂജിയാൻ അസംബ്ലി ഹാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് 3 ആർച്ചുകളോട് കൂടിയാണ്. അത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഹാളിൻ്റെ മുന്നിലാണ് നമ്മളെത്തുക. എന്നിട്ട് അതിനുള്ളിലേക്ക് കയറാം. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയതും അദ്ദേഹത്തിന് ഭംഗിയുള്ളതും വലുതുമായിട്ടുള്ളൊരു കമ്മ്യൂണൽ ഹാളാണ്, അതായത് അസംബ്ലി ഹാളാണ് ഈ ഒരു ഫ്യൂജിയാൻ അസംബ്ലി ഹാൾ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1690 ഹോയിയാനിലുള്ള ആൾക്കാർ പണി കഴിപ്പിച്ച ഒരു ബുദ്ധിസ്റ്റ് പഗോഡയായിരുന്നു ശരിക്കും ഈ ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ. അത് പിന്നീട് ഈ ഫ്യൂജിയാനിൽ നിന്ന് വന്ന വ്യാപാരികൾ വാങ്ങിയിട്ട് നവീകരിച്ചിട്ടാണ് ഈ ഒരു ഫ്യൂജിയാൻ അസംബ്ലി ഹാളാക്കി മാറ്റിയത്. ഇതിനകത്ത് എന്ന് വെച്ചാൽ സമുദ്രദേവതയായ ടൈൻഹു, അതായത് നമ്മുടെ തായ്വാനിലെ മാസു ദേവതയുടെ ക്ഷേത്രമാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെയും ഗാർഡിയൻ ഡ്രാഗൺ ഉണ്ട് ഇവിടെയുള്ള അസംബ്ലി ഹാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്. ഇനി കഴിച്ചിട്ട് വേണം ബാക്കി യാത്ര തുടരാൻ വേണ്ടിയിട്ട്. ആൻഷ്യൻ ടൗണിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഹോയിയാനിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.